കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 54.61 കോടി രൂപയിലധികം മൂല്യമുള്ള വ്യാജ കറൻസികളാണ് 2024 മാത്രം പിടിച്ചെടുത്തത്. അതിൽ ഏകദേശം 6,500,000 രൂപ നോട്ടുകളും 1,00,000-ലധികം 2,000 രൂപ നോട്ടുകളും ഉൾപ്പെടുന്നുണ്ട്. നോട്ട് നിരോധനത്തിന് ശേഷം ഏറ്റവും ഉയർന്ന തോതിൽ കള്ളനോട്ട് പിടികൂടിയ വർഷങ്ങളിൽ 3-ാം സ്ഥാനമാണ് 2024-നുള്ളത്. വ്യാജ നോട്ടുകളടക്കം ഇല്ലാതാക്കാൻ 2016-ൽ മോദി സർക്കാർ നടപ്പിലാക്കിയ നോട്ട് നിരോധനം ഫലം കണ്ടിട്ടില്ല എന്ന് കൃത്യമായി വെളിപ്പെടുത്തുന്നതാണ് ഈ കണക്കുകൾ. 2017 മുതൽ ആകെ 638 കോടി രൂപയുടെ വ്യാജ കറൻസികളാണ് രാജ്യത്തൊട്ടാകെ പിടിച്ചെടുത്തിട്ടുള്ളത്. COVID-19 പൊട്ടിപ്പുറപ്പെട്ട 2020-ൽ 92 കോടി രൂപയുടെ വ്യാജ നോട്ടുകളാണ് പിടിച്ചെടുത്തത് എങ്കിൽ 382.6 കോടി വിലമതിക്കുന്ന വ്യാജ കറൻസികൾ എന്ന നിലയിലേക്കായിരുന്നു 2022-ൽ കണക്കുകൾ ഉയർന്നത്. 500 രൂപയുടെയും 2000 രൂപയുടെയും വ്യാജ നോട്ടുകളുടെ എണ്ണത്തിലും വലിയ വർധനവാണ് ഇക്കാലയളവിൽ ഉണ്ടായിട്ടുള്ളത്. 2024-ൽ അധികൃതർ പിടിച്ചെടുത്ത 500 രൂപയുടെ വ്യാജ നോട്ടുകളുടെ എണ്ണം 2016-ൽ പിടിച്ചെടുത്തതിനേക്കാൾ ഏകദേശം 4 ഇരട്ടിയായാണ് വർദ്ധിച്ചത്. അതേസമയം നോട്ട് നിരോധനത്തിന് ശേഷം അവതരിപ്പിച്ച 2000 രൂപ നോട്ടുകളുടെ വ്യാജന്റെ എണ്ണം 2017-നേക്കാൾ ഇരട്ടിയോളവും വർദ്ധിച്ചിട്ടുണ്ട്. ഇവ രണ്ടും നോട്ട് നിരോധനത്തിന് ശേഷം പുതുതായി സർക്കാർ പുറത്തിറക്കിയതാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇതിൽ നിങ്ങൾക്ക് സംശയം തോന്നാൻ ഇടയുള്ള ഒരു കാര്യം 2000-ന്റെ കറൻസിയുമായി ബന്ധപ്പെട്ടാണ്. അത് 2023-ൽ പിൻവലിച്ചിരുന്നെങ്കിലും ഇപ്പോഴും ചെറിയ തോതിലെങ്കിലും ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നതാണ് അതിന്റെ വസ്തുത.